ഡാൻസിന് വലിയ കാര്യത്തിലും പേരൊക്കെ കൊടുത്തുവെങ്കിലും ഡാൻസിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനങ്ങളും ദൈവം സഹായിച്ച് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു 2 കമ്മൽ മേടിക്കാൻ പോയിരുന്നു. കാരണം എൻ്റെയും ചേച്ചിയുടെ ഡാൻസിന് കമ്മലില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 കമ്മലൊക്കെ മേടിച്ചു. 200 ദാ പോയി. ഈ ഡാൻസിന് കയറിയതിന് ശേഷം എൻ്റെ പൈസ പോണ വഴി ഞാൻ അറിയുന്നില്ല ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം കുറച്ച് നേരം കൊണ്ട് നിന്ന് ഞാൻ ചിലപ്പോൾ ആ കട മൊത്തത്തിൽ വാങ്ങും. അത് കഴിഞ്ഞ് പിന്നെ രാമേന്ദ്രയിലോട്ട് പോയി. കാരണം എൻ്റെ അനിയത്തിയുടെയും ഡാൻസിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പോൾ ഈ 2 സാരി വാങ്ങിച്ചിട്ട് പാവാടയും ബ്ലൗസും തയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മെറ്റീരിയൽ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്കിത് രണ്ടും ഇഷ്ടപ്പെട്ടു. നല്ല കളറാണ്. പിന്നെ അവിടുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഇറങ്ങി വീണ്ടും കുറേ സാധനങ്ങൾ മേടിക്കാറുണ്ട്. എല്ലാം നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആണല്ലോ മേടിക്കുന്നത്. അത്രയും നല്ല പിള്ളേരായതുകൊണ്ട് അതെന്തോ ആയിക്കോട്ടെ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അട്ടക്കുളങ്ങര രാമേന്ദ്രയിലോട്ട് പോയി. കാരണം ചേച്ചിയുടെ ഡാൻസിനും മെറ്റീരിയൽ വേണമായിരുന്നു. അങ്ങനെ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഈ സാധനങ്ങൾ മേടിച്ച് എൻ്റെ കാശ് പോവുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ കുഴപ്പമില്ല, ഡാൻസിന് വേണ്ടിയിട്ടാണല്ലോ. ഡാൻസ് കുളമായാലും ഡ്രസ്സ് ഇത്തിരി വലിയ മെച്ചപ്പെട്ട രീതിയിൽ നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് അതൊക്കെ പോട്ടെന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങൾ ഒരു ഷേക്ക് കുടിക്കാമെന്ന് ചോദിച്ചു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ 2 ഷേക്ക് ഓർഡർ ചെയ്തു. എൻ്റെ ഷേക്ക് കൊള്ളാം, അത്യാവശ്യം കൊള്ളാം. ഞാൻ എവിടെ പോയാലും ഇപ്പോൾ ബൂസ്റ്റ് ഷേക്കിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വാമിക്ക് കുറച്ച് കഴിക്കാൻ എന്തെങ്കിലും മേടിക്കാമെന്ന് ചോദിച്ചു. കാരണം കുറേ ദിവസം കൊണ്ട് അവളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അവൾക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ച് നേരെ